ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. ജില്ലയിൽ താപനില കൂടിയ നിലയിൽ തന്നെ തുടരുന്നു. മാള പൊയ്യയിൽ നൂറുകണക്കിന് ഏത്തവാഴകൾ ചൂടിൽ കരിഞ്ഞുണങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. സുരേഷ് ഗോപിയുടെ ചട്ടലംഘനം സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കളക്ടർ ടി വി അനുപമ. പ്രളയം തകർത്തെറിഞ്ഞ കല്ലൂർ പട്ടികജാതി കോളനിയിൽ സർക്കാർ സഹായം എത്തിക്കാൻ നടപടിയായി. കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ പുനരുദ്ധാരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം. ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ദേശീയപാത ചിന്ത്രപ്പിന്നിയിലും പുതുക്കാടുമുണ്ടായ അപകടങ്ങളിൽ 8 വയസ്സുകാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. മസാല ബോണ്ട് വിൽപ്പനയിൽ ഇടനിലക്കാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബോണ്ട് രേഖകൾ സർക്കാർ പ്രതിപക്ഷത്തെ കാണിക്കണം. സംസ്ഥാനത്തെ കാവൽക്കാരൻ പെരുങ്കള്ളനെന്നും ചെന്നിത്തല. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ താപനില കൂടിയ നിലയിൽ തുടരുന്നു. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാനത്ത് ഞായർ വരെ സൂര്യാതപ സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 36.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. തുടർമഴ ലഭിക്കാത്തതാണ് ചൂട് വർദ്ധിക്കാൻ ഇടയായതെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പൊയ്യയിലെ യുവ കർഷകരുടെ കാർഷിക സ്വപ്നങ്ങൾ കടുത്ത ചൂടിൽ കരിഞ്ഞുണങ്ങുന്നു. നൂറുകണക്കിന് ഏത്തവാഴകളാണ് ദിവസങ്ങളായി ചൂട് സഹിക്കാനാകാതെ ഒടിഞ്ഞു വീഴുന്നത്. യുവ കർഷകരായ VS മനോജ്, CK സമൽരാജ്, KK സുരേഷ്, KK സുനിൽ, PK മുരുകൻ എന്നിവർ ചേർന്ന് നടത്തിയ കൃഷിയാണ് കടുത്ത ചൂടിനെ അതിജീവിക്കാനാകാതെ നശിക്കുന്നത്. 1200 ഏത്തവാഴകളാണ് കഴിഞ്ഞ വിഷുവിന് ശേഷം ഇവർ കൃഷി ചെയ്തത്. പ്രളയം ഈ കൃഷിയിടത്തിന് സമീപം വരെ എത്തിയെങ്കിലും ഒരു വാഴ പോലും നഷ്ടപ്പെട്ടിരുന്നില്ല. മികച്ച രീതിയിൽ വളർച്ച നേടിയ വാഴ കുലച്ചെങ്കിലും കറിപ്പാകം എത്തുന്നതിന് മുൻപേ പിണ്ടി വാടിയൊടിഞ്ഞ് വീഴുകയായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് വാഴ നനയ്ക്കുന്നുണ്ടെങ്കിലും കഠിനമായ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകനായ CK സമൽരാജ് പറഞ്ഞു. കൃത്യമായി എല്ലാ ദിവസങ്ങളിലും നനയ്ക്കുന്നുണ്ടെങ്കിലും ഈ ചൂട് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിരുന്ന ഈ വിഷുവിന് വെട്ടാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കറിക്കായുടെ പോലും പാകമാകാതെ വാഴകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാട്ടത്തിനെടുത്ത 1.25 ഏക്കർ സ്ഥലത്താണ് ഈ യുവ കർഷകർ വലിയ പ്രതീക്ഷയോടെ ഏത്തവാഴ കൃഷി ചെയ്തത്. ശരാശരി 15 മുതൽ 18 വരെ കിലോഗ്രാം തൂക്കം വരുന്ന കായക്കുലകളാണ് തോട്ടത്തിൽ വീണ് കിടക്കുന്നത്. ഇപ്പോൾ മൊത്ത വിപണിയിൽ 40 മുതൽ 45 വരെ വില കിട്ടുന്ന അവസ്ഥയുണ്ടെങ്കിലും അതെല്ലാം നോക്കി നിൽക്കാനേ ഈ യുവ കർഷകർക്ക് കഴിയുന്നുള്ളൂ. സ്വന്തം നിലയിൽ വായ്പയെടുത്താണ് ഇവർ വാഴക്കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് അധികൃതർ വന്നെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. ഏത്തവാഴകളിൽ പലതും വിഷുവിന് വിളവെടുക്കേണ്ടതായിരുന്നു. ഇവരുടെ ഒരു വർഷത്തെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് കടുത്ത വേനൽ ചൂടിൽ തകർന്നടിയുന്നത്. TCV മാള. സുരേഷ് ഗോപിയുടെ ചട്ടലംഘനം സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കളക്ടർ TV അനുപമ. സുരേഷ് ഗോപി IN പരാമർശം വിവാദമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് വരണാധികാരി കൂടിയായ കളക്ടർ നോട്ടീസ് നൽകിയിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനമാണെന്ന് ബോധ്യപ്പെട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപി നൽകിയ വിശദീകരണം ജില്ലാ കളക്ടർ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താനാകില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. എനിക്കൊരു മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് തീർച്ചയായിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് ആലോചിച്ചിട്ടുള്ള തീരുമാനമുണ്ടാകും. പ്രളയം തകർത്തെറിഞ്ഞ കല്ലൂർ പട്ടികജാതി കോളനിയിൽ സർക്കാർ സഹായം എത്തിക്കാൻ നടപടിയായി. 2 ആഴ്ചയോളം വെള്ളത്തിൽ മുങ്ങിയ കോളനിക്കാർക്ക് 8 മാസത്തിന് ശേഷമാണ് ദുരിതാശ്വാസ സഹായത്തിന്റെ ചിറക് മുളച്ചത്. പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് കൊടകര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ VA നാസർ കോളനിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് പുനരുദ്ധാരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും
പ്രളയം കഴിഞ്ഞ് 8 മാസം പിന്നിട്ടിട്ടും കുടുംബങ്ങൾക്ക് ധനസഹായം ലഭിക്കാത്തതിന്റെ കാരണവും ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. തൃക്കൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് പട്ടികജാതി വികസന ഓഫീസർ നിർദ്ദേശം നൽകിയത്. പ്രളയത്തിൽ 2 ആഴ്ചയോളം കോളനിയിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു. 20 വർഷത്തിലേറെ പഴക്കമുള്ള കോളനിയിലെ 30ഓളം വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരുന്നു. സർക്കാർ സഹായം ലഭിക്കുന്നതിനായി വില്ലേജ് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് കോളനി നിവാസികൾ മന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. വില്ലേജ് അധികൃതരുടെ അനാസ്ഥയാണ് സർക്കാരിന്റെ ദുരിതാശ്വാസ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നതും സഹായങ്ങൾ ലഭിക്കാത്തതിനും കാരണമായി കോളനി നിവാസികൾ പറയുന്നത്. വെള്ളം കയറി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും ഒഴുകിപ്പോകുകയും ചെയ്തതോടെ ഓരോ കുടുംബത്തിനും 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഭൂരിഭാഗം വീടുകൾക്കും ബലക്ഷയം സംഭവിച്ചുവെന്നാണ് കോളനിക്കാർ പറയുന്നത്. എത്രയും വേഗം സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യത്തിലാണ് കോളനി നിവാസികൾ. TCV പുതുക്കാട്. ദേശീയപാത 66 ചന്ദ്രാപ്പനയിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും പിക്കപ്പ് വാനിലും ഇടിച്ച് 8 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ ചന്ദ്രാപ്പനി സ്വദേശി തുരുത്തി വീട്ടിൽ മോഹനൻ, കാറിലുണ്ടായിരുന്ന പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി ഏറാട്ട് വീട്ടിൽ കാർത്തികേയൻ, ഇയാളുടെ പേരക്കുട്ടി കൂളിമുട്ടം തായ്വള്ളി വീട്ടിൽ ഷാലു മകൾ വരദ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപ്പനി ആക്ട്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പ് വാൻ ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അബ്ദുൽ ഗഫൂർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. എസൻപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വെളിച്ചെണ്ണ കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാനിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. റോഡിന്റെ ടൈൽസ് പതിച്ച ഭാഗം ഉയർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ അപകടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. ഇരുവശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തെത്തുമ്പോൾ റോഡിന്റെ ഉയര വ്യത്യാസം അറിയാത്തതിനാൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുതുക്കാട് കുറുമാലിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ കാളൻ ബാബു മകൻ ക്രിസ്റ്റോ, സ്കൂട്ടർ യാത്രക്കാരിയായ നന്ദിക്കര കാളിപ്പറമ്പിൽ സുരേന്ദ്രൻ ഭാര്യ ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നസെന്റിന്റെ ഭാര്യ സഹോദരന്റെ മകനാണ് പരിക്കേറ്റ ക്രിസ്റ്റോ. വാടനപ്പള്ളിയിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട മറ്റൊരു കാർ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിലിടിച്ച് വൃദ്ധയ്ക്ക് പരിക്കേറ്റു. തളിക്കുളം സ്വദേശിനി ലളിതയ്ക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബനാസിനി ബസ്സും ഇതേ ദിശയിൽ നിന്ന് വന്ന മറ്റ് 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിൽ കയറുന്നതിനിടയിലാണ് വയോധികയ്ക്ക് പരിക്കേറ്റത്. ഇവരെ ആക്ട്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഫ്ബി മസാല ബോണ്ടിലൂടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കേരളത്തെ വഞ്ചിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയം പറയാമെന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമാണ്. ലാവ്ലിൻ കമ്പനിക്ക് വേണ്ടി രാജ്യത്തെ നികുതി പണം തീരെഴുതി നൽകുന്ന നടപടിയാണിത്. ഭീമമായ ബാധ്യതയാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാവുക. മസാല ബോണ്ട് ഇടപാടിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. പ്രതിപക്ഷത്തെ 4 MLA-മാരെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കാൻ തയ്യാറാകണം. കുറഞ്ഞ പലിശയ്ക്ക് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ലഭ്യമാണെന്നിരിക്കെ SNC ലാവിനുമായി ബന്ധമുള്ള കമ്പനിയിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് ധനസമാഹരണം നടത്തിയത് തട്ടിപ്പാണ്. ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. സംസ്ഥാനത്തിന്റെ കാവൽക്കാരൻ പെരുങ്കള്ളനാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഭീമമായ ഒരു ബാധ്യത കെട്ടിവെക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. ഇത് ലാവ്ലിൻ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ്. STPQ എന്ന് പറയുന്നത് ഒരു കമ്പനി, ആ കമ്പനിയിലെ ഏറ്റവും അടുത്ത ലാവ്ലിൻ കമ്പനി ഷെയർ ഹോൾഡറുള്ള ഒരു കമ്പനിയാണ്. അവരെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ബോധപൂർവം നടത്തുന്ന ശ്രമമാണ്. ഇത് കേട്ടിട്ടില്ലാത്ത കൊള്ളപ്പലിശയ്ക്കാണ് ഇതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണ്. ഇത് സംബന്ധിച്ച് AICCക്ക് ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. BJPയെ അധികാരത്തിൽ നിന്നകറ്റാൻ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, പ്രസ് ക്ലബ് ഭാരവാഹികളായ K. പ്രഭാത്, MV വിനീത, റസിയ എന്നിവരും പങ്കെടുത്തു.
TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. പുതുക്കാട് ദേശീയപാതയിൽ അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോയ ഡോക്ടറുടെ പേരിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ്. എളുപ്പം ജാമ്യം ലഭിക്കുന്ന വിധം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. കാർ ഓടിച്ചിരുന്ന എറണാകുളം സ്വദേശി ഡോക്ടർ സംഗീത് ചെറിയാന് ശനിയാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായി പുതുക്കാട് SHO CJ മാർട്ടിൻ അറിയിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂറോ സർജനായ ഡോക്ടർ സംഗീതിന്റെ കാറിടിച്ചാണ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ ശശി മരിച്ചത്. അപകട സമയത്ത് താൻ തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്ന് ഡോക്ടർ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ കാറിൽ നിന്ന് മരിച്ചയാളുടേതെന്ന് കരുതുന്ന രക്തത്തിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കാറിടിച്ചയാൾ റോഡിൽ വീണതറിഞ്ഞിട്ടും നിർത്താതെ പോയ ഡോക്ടർ പിന്നീട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തി. എന്നിട്ടും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ 3 ദിവസം മുടങ്ങിയ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. തൃശൂർ ജനറൽ ആശുപത്രി പരിസരത്ത് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ കേബിൾ സ്ഥാപിക്കുന്നതിനിടെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈൻ തകർന്നതാണ് പഴയ മുനിസിപ്പൽ പരിധിയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. നഗരത്തിൽ നിന്ന് പറവട്ടാനി മേഖലയിലേക്കുള്ള കുടിവെള്ള വിതരണ പൈപ്പാണ് കഴിഞ്ഞ ദിവസം തകർന്നത്. വിദേശ നിർമ്മിത പൈപ്പായതിനാൽ സ്പെയർ പാർട്സ് ലഭിക്കാത്തത് മൂലം അറ്റകുറ്റപ്പണി നീണ്ടുപോവുകയായിരുന്നു. താൽക്കാലികമായി ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് പൈപ്പ് മോഡൽ ഉണ്ടാക്കിയാണ് പമ്പിംഗ് പുനഃസ്ഥാപിച്ചത്. ശനിയാഴ്ച മുതൽ കുടിവെള്ള വിതരണം സാധാരണ നിലയിലാകുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. അതിനിടെ തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ കീഴിലുള്ള പൂത്തോൾ, ബിനി, വിവേകോദയം, ജൂബിലി മിഷൻ ഉൾപ്പെടെ 12ഓളം ഫീഡറുകളിൽ ഒരേ സമയം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നഗരത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ശീതളപാനീയ കച്ചവടക്കാർ ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിച്ച് റിപ്പോർട്ട് കടയിൽ സൂക്ഷിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. പരിശോധനയ്ക്ക് വെള്ളം ശേഖരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ ആയിരിക്കണം. ചില വ്യാപാരികൾ കുടിക്കാൻ അനുയോജ്യമല്ലാത്ത വെള്ളം ഉപയോഗിച്ച് ശീതളപാനീയം തയ്യാറാക്കി വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഐസ് ഫാക്ടറികളിൽ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രമേ ഐസ് തയ്യാറാക്കാൻ പാടുള്ളൂവെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് ഐസ് ഫാക്ടറികൾ കൈവശം വയ്ക്കുകയും പരിശോധനാ സമയത്ത് ഹാജരാക്കുകയും വേണം. ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയുടെ കപ്പേളയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം കുത്തി തുറന്ന് കവർച്ച. ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് പണം കവർന്നത്. ആളൂർ പോലീസിൽ പരാതി നൽകി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ തുമ്പൂരിൽ ബൈക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. തുമ്പൂർ മണപ്പറമ്പിൽ രാഹുലാണ് അറസ്റ്റിലായത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ടി മിനിയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. CPOമാരായ രാജു, പ്രദീപ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സമൂഹത്തിന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് വിമർശനവും ചോദ്യം ചെയ്യാനുള്ള മനസ്സും ആവശ്യമാണെങ്കിലും അവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ആയുധങ്ങളാകരുതെന്ന് മാതാ അമൃതാനന്ദമയി പറഞ്ഞു. അയ്യന്തോൾ പഞ്ചിക്കലിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സത്സംഗിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. അമിത വേഗതയുടെ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ മാത്രം തന്നെ സ്പീഡാണ്. മനുഷ്യന്റെ അകവും പുറവും സ്പീഡിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. എല്ലാം നശിക്കാൻ തുടങ്ങുമ്പോഴും സ്പീഡിൽ സർവ്വതും മറന്നിരിക്കുകയാണ് മനുഷ്യർ. ലോകത്തിൽ മനുഷ്യർ നടപ്പാക്കിയ നിയമങ്ങൾക്കുള്ളതുപോലെ പ്രപഞ്ചം നടപ്പാക്കിയ നിയമമാണ് ധർമ്മം. ജീവിതത്തിന്റെ താളം നിലനിർത്തുന്ന നിയമമാണ് ധർമ്മം. ജീവിതത്തിന്റെ താളം നിലനിർത്തുന്ന ആ നിയമം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര തന്നെ പ്രധാനമാണെങ്കിലും അവയ്ക്ക് ഒരിക്കലും മനുഷ്യത്വത്തിന് പകരം നിൽക്കാനാവില്ലെന്നും അമൃതാനന്ദമയി പറഞ്ഞു. മാണിസാർ ഇല്ലാത്ത നിയമസഭയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ലെന്നും പുതിയ നിയമസഭാ സാമാജികൻ്റെ
ഊർജ്ജസ്വലതയോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് നടുവിലാലിൽ ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യക്തിപ്രഭാവവും കാര്യങ്ങൾ പഠിക്കാനും അവതരിപ്പിക്കാനുമുള്ള അസാമാന്യ കഴിവുമുള്ള വ്യക്തിത്വമായിരുന്നു KM മാണിയുടേതെന്നും നേതാക്കൾ അനുസ്മരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MM വർഗീസ്, KK വത്സരാജ്, തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, KP രാജേന്ദ്രൻ, CR വത്സൻ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത, CV കുര്യാക്കോസ്, ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K പ്രഭാത് തുടങ്ങിയവർ KM മാണിയെ അനുസ്മരിച്ചു. ജനവിധി 2019. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 11 നാൾ. പോരാട്ടം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. 3ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ആദിവാസി കോളനികളിൽ പര്യടനം നടത്തി. ഒളകര, മണിയൻകിണർ, താമരവെള്ളച്ചാൽ, പയ്യനം, പൂവൻചിറ എന്നിവിടങ്ങളിലാണ് രാജാജി മാത്യു തോമസ് പര്യടനം നടത്തിയത്. ഒല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പ്രചാരണം. കൂർക്കഞ്ചേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മരത്താക്കര, പുത്തൂർ, മരുട്ടിച്ചാൽ, വെട്ടൂക്കാട്, ക്രിസ്റ്റഫർ നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഗുരുവായൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. ഏത്തായിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ചേറ്റുവ, പാലയൂർ, മണത്തല, തിരുവത്ര, എടക്കര, അഞ്ഞൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരേഷ് ഗോപി പര്യടനം നടത്തി. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ജില്ലയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നും സ്വകാര്യ സ്ഥലങ്ങളിൽ നിന്നുമായി ഇതുവരെ 3,91,125 പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് പരിശോധന വെള്ളിയാഴ്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് വരണാധികാരിയും ജില്ലാ കളക്ടറുമായ TV അനുപമ അറിയിച്ചു. മണ്ഡലത്തിലെ ചെലവ് നിരീക്ഷകനായ S രംഗരാജിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. 17, 21 തീയതികളിലും പരിശോധന നടക്കും. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച രജിസ്റ്ററുകളും മറ്റ് രേഖകളും പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണെന്ന് വരണാധികാരി അറിയിച്ചു. രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആലത്തൂർ മണ്ഡലം ലോക്സഭാ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് നടന്ന റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. രാഹുലിന്റെ വരവുകൊണ്ട് കേരളത്തിൽ ഒരു തരംഗവും ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. LDF മണ്ഡലം പ്രസിഡന്റ് KT ഷാജൻ അധ്യക്ഷനായി. മന്ത്രി AC മൊയ്തീൻ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ, RCP ജില്ലാ സെക്രട്ടറി ദിബിൻ തെക്കേപ്പുറം എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകന്റെ കുഞ്ഞിന് പേരിടലും ചരടുകെട്ടും നടത്തി. കളമശ്ശേരിയിൽ താമസിക്കുന്ന കൊട്ടാരക്കര സ്വദേശി മേലേതിൽ സുകേഷിന്റെയും കുന്നംകുളം ചെറുവത്താനി രേഷ്മയുടെയും കുഞ്ഞിനാണ് സുരേഷ് ഗോപി പേരിട്ട് ചരട് കെട്ടിക്കൊടുത്തത്. സ്വീകരണ സ്ഥലത്ത് കാത്തുനിന്ന ദമ്പതികളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് സുരേഷ് ഗോപി മടിയിലിരുത്തി ചെവിയിൽ 3 പ്രാവശ്യം പേര് വിളിച്ചു. പിന്നീട് ചരട് കെട്ടി കുഞ്ഞിന് മുത്തം നൽകി. അനശ്വര എന്നാണ് 90 ദിവസം പ്രായമായ കുഞ്ഞിന് സുരേഷ് ഗോപി നൽകിയ പേര്. സുരേഷ് ഗോപിയെ കൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കുഞ്ഞിന് പേരിടാനായതിൻ്റെ സന്തോഷത്തിലാണ് സുകേഷും രേഷ്മയും മടങ്ങിയത്. ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ രാജാജി മാത്യു തോമസിന്റെ പ്രചരണ റാലി സംഘടിപ്പിച്ചു. വനിതാ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയിൽ വനിതാ പുലിക്കളിയും നാടൻ കലാരൂപങ്ങളും സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ചും കട്ടൗട്ട് പിടിച്ചും ചിഹ്നമായ നെൽക്കതിരും അരിവാളും കയ്യിലേന്തിയ കർഷക വേഷം ധരിച്ച സ്ത്രീകളുമെല്ലാം റാലിക്ക് മാറ്റുകൂട്ടി. സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന റാലിയിൽ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറും ഒപ്പമുണ്ടായിരുന്നു. മോദിയുടെ പേരിൽ വോട്ട് കിട്ടാത്തതുകൊണ്ടാണ് ചില BJP സ്ഥാനാർത്ഥികൾ അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFന്റെ നേതൃത്വത്തിൽ ഒളരിയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ MLA മാരായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ്, മുൻ മേയർമാരായ IP പോൾ, രാജൻ ചെപ്പല്ലൻ, KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ, കൗൺസിലർ A പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കന്നി വോട്ടർമാരെ തേടി ഇത്തവണ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ കളക്ടർ TV അനുപമയുടെ പോസ്റ്റ് കാർഡ് എത്തും. വോട്ട് നമ്മുടെ അവകാശമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന പോസ്റ്റ് കാർഡാണ് സ്വീപ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജനകീയമാക്കുന്നതിനായുള്ള സ്വീപ് പദ്ധതിയുടെ ഭാഗമായാണ് പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരമാവധി കന്നി വോട്ടർമാർക്ക് ഇത്തരം പോസ്റ്റ് കാർഡ് അയക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. വോട്ട് നമ്മുടെ അവകാശമാണ്. ആ അവകാശം നിറവേറ്റാനായി ഏപ്രിൽ 23-ന് ഏവരെയും ക്ഷണിക്കുന്നു എന്ന കുറിപ്പോടെ
കളക്ടറുടെ ഒപ്പടക്കമുള്ള പോസ്റ്റ് കാർഡുകളാണ് തയ്യാറാക്കുന്നത്. നമ്മളിത് വോട്ടേഴ്സിനെ വിവിധ ചാനലുകളിലൂടെ ഈ ഒരു വോട്ടേഴ്സിൻ്റെ അടുത്ത് എന്തായാലും വോട്ട് ചെയ്യണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സ്വീപ്പിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല ഒരു വോട്ടിങ്ങിൻ്റെ പ്രക്രിയയെപ്പറ്റി, അതുപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ ഇത്തവണത്തെ വോട്ടിങ്ങിലെ ഒരു പ്രത്യേകതകളെ പറ്റി ഇതെല്ലാം അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള മറ്റൊരു മീഡിയമാണ് നമ്മളൊരു നേരിട്ടൊരു പോസ്റ്റ് കാർഡ് അയക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ BSNLലെ ഫോൺ നമ്പേഴ്സിലേക്കുള്ള മെസ്സേജ്, അങ്ങനെ വിവിധ മാർഗ്ഗങ്ങൾ നേരിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ നമ്മളൊരു പത്രമാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന 10 വോട്ടർമാർക്ക് പ്രത്യേക സമ്മാനം നൽകുന്ന പദ്ധതിയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ടെന്ന് സ്വീപ്പിന്റെ നോഡൽ ഓഫീസർ PD സിന്ധു TCVയോട് പറഞ്ഞു. അപ്പോൾ ന്യൂ വോട്ടേഴ്സ് ഇപ്പം 4 ലക്ഷത്തോളം പേര് ഇപ്പം ഇപ്രാവശ്യം വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെലക്ട് ചെയ്ത് 4 ലക്ഷം നമുക്ക് അയക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ പോസ്റ്റ് കാർഡ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നമ്മൾ പുതിയ വോട്ടേഴ്സിനെ ഓരോ ഏരിയയിൽ നിന്നും ഓരോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്ന വോട്ടർമാരിൽ നിന്ന് നമ്മൾ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, ഭാഗ്യശാലികളെ. അത് സ്വീപ്പിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിനകത്ത് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ലിപ്പ് അതിനകത്ത് നിക്ഷേപിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞങ്ങളതെല്ലാം കളക്ട് ചെയ്ത് അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 10 പേരെ വെച്ച് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും സെലക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് കളക്ടർ നേരിട്ട് ഗിഫ്റ്റ് കൊടുക്കും. കന്നി വോട്ടർമാർക്കുള്ള പോസ്റ്റ് കാർഡുകൾ എഴുതി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമാണെങ്കിലും പോസ്റ്റ് കാർഡുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട്. എന്നിരുന്നാലും പരമാവധി പോസ്റ്റ് കാർഡുകൾ ശേഖരിച്ച് ഈ ക്യാമ്പയിൻ വ്യാപകമാക്കുകയാണ് ഇക്കൂട്ടർ. തപാൽ വിനിമയ സംവിധാനങ്ങൾ മറന്നു തുടങ്ങിയ ന്യൂജൻ വോട്ടർമാർക്ക് ഇത് പുത്തൻ അനുഭവമാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. അഴിമതി മുക്ത ഭാരതമെന്ന് അവകാശപ്പെട്ട് അധികാരത്തിലേറിയ മോദി സർക്കാർ റഫേൽ ഇടപാടിലൂടെ കോടികളുടെ അഴിമതിയാണ് നടത്തിയതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജബീന ഇർഷാദ് പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലാം അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ഉഷാകുമാരി, ഉസ്മാൻ മുല്ലക്കര, വിജയൻ അന്തിക്കാട്, CA നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LJD പാർലമെന്റ് നേതൃയോഗം തൃശൂരിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. LJD ജില്ലാ പ്രസിഡന്റ് യൂജിൻ മോറേലി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പാർട്ടി ഭാരവാഹികളായ അജി ഫ്രാൻസിസ്, MA പൗലോസ്, വിൻസെന്റ് പുത്തൂർ, അഡ്വക്കേറ്റ് പ്രിൻസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജജി മാത്യു തോമസിന്റെ വിജയം അനിവാര്യമാണെന്ന് യോഗം വ്യക്തമാക്കി. തൃശൂർ മണ്ഡലത്തിലെ ക്ഷണിക്കപ്പെട്ട പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തത്. ഇടവേള. നീ അച്ഛനെ പോലെയാണെന്നാ എല്ലാരും പറയാറ്. എൻ്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛൻ്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛൻ്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛൻ്റെ ലോകം. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. കണി കാണും നേരം. വിഷുവിന് വർണ്ണവിസ്മയം തീർക്കാൻ വൈവിധ്യവും പുതുമയുമാർന്ന ഇനങ്ങളുമായി വിഷു പടക്ക വിപണി സജീവമായി. പടക്കമില്ലാതെ മലയാളിക്ക് വിഷു ആഘോഷമില്ല. അതിനാൽ തന്നെ കത്തിച്ചും പൊട്ടിച്ചും വിഷു ആഘോഷിക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പടക്ക വിപണിയിൽ പുത്തൻ ഉണർവേകിക്കൊണ്ട് അതിശയവും അതിലേറെ കൗതുകവും ജനിപ്പിക്കുന്ന 25ഓളം പുതിയ ഇനം പടക്കങ്ങളാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. ശബ്ദം കുറച്ച് വർണ്ണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നവയാണ് ഇവയിൽ ഏറെയും. തീ കൊളുത്തിക്കഴിഞ്ഞാൽ വാനത്ത് മയിലാട്ടം പോലെ വിടരുന്ന പീകോക്ക് ഡാൻസ്, സ്നേക്ക് കാസ്റ്റേഴ്സ്, പവർ റേഞ്ചേഴ്സ്, ഡാൻസിംഗ് ബട്ടർഫ്ലൈ തുടങ്ങിയവയാണ് ഇത്തവണത്തെ ആകർഷണീയമായ പുത്തൻ താരോദയങ്ങൾ. 150 രൂപ മുതൽ 250 രൂപ വരെയാണ് ഇവയുടെ വില. 2400 രൂപ വില വരുന്ന ഫൺ 120, 2100 രൂപ വില വരുന്ന ടെർമിനേറ്റർ 120, 1300 രൂപ വില വരുന്ന മെൻട്രോ 60 ഷോട്ട്,
680 രൂപയുടെ 50 ഷോട്ട് സ്കൈ വാരിയർ, റോക്കറ്റ് ബോംബ്, സ്കൈവിൻ റോക്കറ്റ്, ഷെൽ മിക്സ്, മാജിക് ചക്രം, പുതിയ തരം ഒലീവിയ മേശപ്പൂ തുടങ്ങി 40 രൂപ മുതൽ ആരംഭിക്കുന്ന പുതിയ പടക്ക ഇനങ്ങൾ വിപണിയിലെത്തിയിട്ടുണ്ട്. 3 തരത്തിലുള്ള ഗിഫ്റ്റ് ബോക്സുകളാണ്. 500 രൂപയുടെയും 1000 രൂപ വരെയുള്ള ഗിഫ്റ്റ് ബോക്സുകൾ വളരെ ഡിസ്കൗണ്ട് ഇനത്തിൽ നമ്മൾ കൊടുത്തു വരുന്നു. പല വർണ്ണത്തിൽ ദീർഘനേരം കത്തി നിൽക്കുന്ന പുതിയ കമ്പിത്തിരി മറ്റൊരു പുതിയ താരോദയമാണ്. കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പും ചക്രവുമെല്ലാം എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടതാണെങ്കിലും വാനിൽ വർണ്ണം വാരി വിതറുന്ന ബഹുവർണ്ണ ചൈനീസ് പടക്കങ്ങളോടാണ് യുവാക്കൾക്ക് പ്രിയം. അതുപോലെ തന്നെ ഫാമിലി ഗിഫ്റ്റ് ബോക്സിനും ആവശ്യക്കാർ ഏറെയാണ്. 24 ഇനങ്ങൾ അടങ്ങിയ മിർച്ചി, 32 ഇനങ്ങൾ അടങ്ങിയ സ്പ്ലെൻഡർ എന്നിവയ്ക്കും നല്ല ഡിമാൻഡാണ്. ശിവകാശിയിൽ നിന്നാണ് കേരളത്തിലേക്ക് പടക്കങ്ങളെല്ലാം എത്തുന്നതെങ്കിലും ഇവയെല്ലാം ചൈനീസ് വിഭവങ്ങൾ തന്നെയാണ്. പടക്ക വിപണിയിൽ ചാകരക്കോൾ പ്രതീക്ഷിക്കുന്ന കാലമാണ് വിഷു. അതിനാൽ തന്നെ ഇത്തവണയും കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വെള്ളരി കൃഷിക്ക് പ്രസിദ്ധമായ പന്തലൂർ പാടത്ത് കർഷകർ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. വിഷു പടിവാതിക്കലെത്തി നിൽക്കെ കണിയൊരുക്കാനുള്ള സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരി കായ്കയെ ആവശ്യക്കാർ ഏറിയത് കർഷകരുടെ മനം നിറയ്ക്കുന്നു. പ്രളയക്കെടുതികൾ ഏറെ നേരിട്ട പ്രദേശമാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തലൂർ. പ്രളയത്തെ തുടർന്ന് കാർഷിക കലണ്ടർ താളം തെറ്റിയതിനാൽ വെള്ളരി കൃഷി ഇറക്കാനും വൈകി. മീനമാസത്തിന്റെ തുടക്കം മുതലേ വെള്ളരി വിളഞ്ഞു തുടങ്ങാറുള്ള പാടത്ത് ഈ വർഷം മീനം അവസാനത്തോടെ മാത്രമേ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ളൂ. പന്തല്ലൂരിലെ 50 ഏക്കറോളം വരുന്ന പാടത്താണ് 30ഓളം കർഷകർ വെള്ളരി കൃഷി ചെയ്തിട്ടുള്ളത്. തെല്ല് വൈകിയാണെങ്കിലും മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. നെൽകൃഷി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഞങ്ങൾ പച്ചക്കറിയാണ്. വെള്ളരി, മത്ത, പയറ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ചെയ്തു ഒരു 10-30 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു പൂ കൃഷി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി. കിലോഗ്രാമിന് 15 രൂപ മുതൽ 20 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. വിഷു അടുത്തെത്തിയതോടെ വില കൂടുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ഇതുവരെ 2 ടൺ വെള്ളരി തനിക്ക് ലഭിച്ചതായി 30 സെന്റ് പാടത്ത് വെള്ളരി കൃഷി നടത്തിയ യുവ കർഷകനും അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറുമായ ഷിജു പന്തലൂർ പറയുന്നു. ആദ്യമായിട്ട് നെൽകൃഷിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇടവേളയായിട്ട് വെള്ളരി നമ്മൾ വിത്ത് ഇട്ടായിരുന്നത്. ഇപ്പോൾ അത് വിഷുവിന് വേണ്ടിയിട്ട് കണിവെള്ളരിയായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ടണ്ണോളം ഈ പ്രാവശ്യം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. കൊടകര, മറ്റത്തൂ, പറപ്പൂക്കര, പുതുക്കാട് പഞ്ചായത്തുകളിലായാണ് പന്തലൂർ പാടത്ത് വിളയുന്ന വെള്ളരിക്കായകൾ വിറ്റഴിക്കുന്നത്. TCV ന്യൂസ്, കൊടകര. പുതുപുത്തൻ ആഭരണ കളക്ഷനുകളും ഓഫറുകളും ഒരുക്കി വിഷുവിനെ വരവേൽക്കുകയാണ് ജ്വല്ലറികൾ. പൊൻകണി കണ്ടുണരാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് പൊൻശോഭ പകരുന്നതിനായി പൊന്നിന്റെ വിസ്മയലോകം തീർത്താണ് സ്വർണ്ണാഭരണശാലകൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. വിഷുക്കൈനീട്ടം നൽകുന്നതിനും കണി വയ്ക്കുന്നതിനുമുള്ള സ്വർണ്ണ കോയിനുകളും പുതുപുത്തൻ ആഭരണ കളക്ഷനുകളും ഒരുക്കി ഉപഭോക്താക്കളെ വരവേൽക്കുകയാണ് ജ്വല്ലറികൾ. ആഘോഷങ്ങളിലും വിശേഷാവസരങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്നത് മലയാളികളുടെ ഒരു ശീലമായി കഴിഞ്ഞതിനാൽ തന്നെ വിലയിൽ ഏറ്റക്കുറച്ചിൽ വകവയ്ക്കാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഉപഭോക്താക്കളുടെ വൻ തിരക്ക് ജ്വല്ലറികളിൽ കാണാം. നാടാകെ കണിക്കൊന്നപ്പൂവിന്റെ സ്വർണ്ണശോഭയാണ് വിടരുന്നതെങ്കിൽ ജ്വല്ലറികളിൽ വിഷുവിനെ സ്വർണ്ണവർണ്ണമാക്കിക്കൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ പൊൻപ്രഭയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഏത് വിഭാഗക്കാരുടെയും മനം കവരുന്നതും ബജറ്റിൽ ഒതുങ്ങുന്നതുമായ ആഭരണങ്ങളുടെ വൻ ശേഖരമാണ് ഇത്തവണയും ജ്വല്ലറികളിൽ ഒരുക്കിയിരിക്കുന്നത്. ആഭരണം തേടിയെത്തുന്നവരുടെ അത്യപൂർവമായ തിരക്കാണ് തൃശൂരിലെ സ്വർണ്ണാഭരണശാലകളിലെല്ലാം ദൃശ്യമാകുന്നത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് പാരമ്പര്യ ആഭരണങ്ങളുടെയും പുതിയ ഫാഷനിലുള്ള ഡിസൈൻ ആഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൻ ശേഖരം ജ്വല്ലറികളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്വർണ്ണാഭരണങ്ങളിലെ പുതുപുത്തൻ ട്രെൻഡുകളെ ചുവടുപിടിക്കുകയാണ് ജ്വല്ലറികൾ. വിഷുവിനെ വരവേൽക്കാനായി ജ്വല്ലറികളിൽ എല്ലാ ബഡ്ജറ്റിലുമുള്ള 916 BIS ഹോൾമാർക്കഡ് ആഭരണങ്ങളുടെ വൻ ശേഖരമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട്, വെള്ളി, പ്ലാറ്റിനം ആഭരണങ്ങളുടെ പ്രത്യേക ശ്രേണിയും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനവും വിഷുവിളക്കും തിങ്കളാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ചേർന്ന് ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. പുലർച്ചെ 2:15 മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും.
നാളികേര മുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച ശേഷം മേൽശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ്, സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിക്കോപ്പുകളും ഉണ്ടാകും. മേൽശാന്തി പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിന് ശേഷം തീർത്ഥക്കുളത്തിൽ കുളിച്ചെത്തി ശ്രീലകവാതിൽ തുറന്ന് ഗുരുവായൂരപ്പനെ കണി കാണിക്കും. തുടർന്ന് 2:30 മുതൽ 3:30 വരെയാണ് ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള അവസരം. MLA ആണെന്ന വ്യാജേന ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി അറസ്റ്റിൽ. വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറ ഹരിജൻ കോളനിയിൽ വിജയനെയാണ് ചാവക്കാട് SI ശശീന്ദ്രൻ മേലയിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയുടെ മൊബൈൽ ഫോണിൽ വിളിച്ച് KB അബ്ദുൽ ഖാദർ MLA ആണെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 25,000 രൂപ വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. സംശയം തോന്നിയ സൂപ്രണ്ട് ഉടൻ തന്നെ MLAയെ വിളിച്ചറിയിച്ചു. എന്നാൽ ഇതേക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ലെന്ന് പറഞ്ഞ MLA വിവരം ചാവക്കാട് പോലീസിനെ അറിയിച്ചു. പിന്നീട് തുക കൈപ്പറ്റാൻ വിജയൻ ആശുപത്രിയിൽ എത്തി. ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സംശയം തോന്നിയ ഇയാൾ മുങ്ങുകയായിരുന്നു. ഒടുവിൽ ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അകാലത്തിൽ പൊലിഞ്ഞ പ്രിയപ്പെട്ടവനോടൊപ്പം കഴിഞ്ഞിരുന്ന പ്രണയകാലത്തെ അനുസ്മരിച്ച് പ്രണയാർദ്രം എന്ന കവിതാ സമാഹാരം ഒരുക്കി സജിനി എന്ന വീട്ടമ്മ. കാഞ്ഞാണി സെന്ററിലെ അന്തിക്കാട് റോഡിൽ ഹോട്ടൽ നടത്തുന്ന സജിനിയുടെ ഭർത്താവ് മണികണ്ഠൻ വാഹനാപകടത്തിലാണ് മരിച്ചത്. മണികണ്ഠനും സജിനിയും പ്രണയിച്ച് വിവാഹിതരായവരാണ്. 1997 ഏപ്രിൽ 25-നായിരുന്നു ഇവരുടെ വിവാഹം. പ്രണയിച്ചു മതിവരാതെ ജീവിതം ആഘോഷിക്കുന്നതിനിടെ ഒരു വാഹനാപകടം ഇവരുടെ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തി. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ 1 വർഷത്തോളം നീണ്ട ചികിത്സയ്ക്ക് വിധേയനായെങ്കിലും സജിനിയെ തനിച്ചാക്കി നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് യാത്രയായി. ചികിത്സാ ചെലവും കടവും എല്ലാം മുന്നിൽ വന്നു നിന്നപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 17-ന് വീടിനോട് ചേർന്ന് സജിനി ഹോട്ടൽ നടത്താൻ തുടങ്ങി. മലയാളം BA ബിരുദധാരിയാണ് സജിനി. ഹോട്ടലിലെ തിക്കും തിരക്കുമൊഴിയുന്ന നേരത്തായിരുന്നു കവിതകൾ രചിച്ചിരുന്നത്. ആളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ എഴുതി വെച്ചത്. 20 കവിതകളുണ്ട് അതിൽ. ഓർമ്മകൾ എഴുതി വെച്ചത് ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ദായി കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റും സുഹൃത്ത് സദസ്സ് കാഞ്ഞാണിയും കൂടി അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രണയാർദ്രം എന്ന കവിതാ സമാഹാരം പുറത്തിറക്കിയത്. ഹോട്ടലും ഒപ്പം മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നതിനിടയിലും സജിനിയുടെ മനസ്സിൽ പ്രണയത്തിൻ്റെയും കവിതയുടെയും നിലാവ് പെയ്തൊഴിയാതെ നിന്നിരുന്നു. എന്നാൽ ഒരു പുസ്തകമിറക്കാനുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവരെ അലട്ടി. സജിനിയുടെ സഹോദരനും ദായി ചാരിറ്റബിൾ ട്രസ്റ്റ്, കാഞ്ഞാണി നന്മ സാംസ്കാരിക വേദി, കാഞ്ഞാണിയിലെ സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരികൾ, ഹോട്ടൽ അസോസിയേഷൻ എന്നിവരെല്ലാം സജിനിയുടെ കവിതാ സമാഹാരം പുറത്തിറക്കാൻ മുന്നിട്ടിറങ്ങി വന്നു. 20 കവിതകൾ ഉൾക്കൊള്ളുന്ന സമാഹാരമാണ് പ്രണയാർദ്രം. മണികണ്ഠൻ മരിച്ച് 1 വർഷത്തിനുള്ളിൽ സജിനി എഴുതിയ സുമംഗലി, തിരുത്ത്, അണയാത്ത പ്രണയം എന്ന കവിതകളും ഈ സമാഹാരത്തിലുണ്ട്. എൻ ഹൃദയത്തിലൊരു നാളും അണയാത്ത പ്രണയം ബാക്കിയല്ലോ, ജീവിച്ചു കൊതി തീർന്നിട്ടില്ല നമ്മൾക്ക്, ഇനിയുള്ള കാലം ഞാൻ എന്തു ചെയ്യണം, ഓർമ്മയായി മാറിയ പ്രണയകാലത്തെ ഓർത്തോർത്തു ഞാൻ നിന്നെ പ്രണയിച്ചിടാം. ഭർത്താവ് മണികണ്ഠന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ സജിനിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ C. രാവുണ്ണി പുസ്തകത്തിന്റെ ആദ്യ പ്രതി ചലച്ചിത്ര സംവിധായകൻ ശ്രീജിത്ത് ചാഴൂരിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കവിതയ്ക്ക് പുറമെ സജിനി ചെറുകഥകളും പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. വിവിധ പുരസ്കാരങ്ങളും ഇവർ നേടിയിട്ടുണ്ട്. TCV അന്തിക്കാട്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. ഭക്ഷണം ഓർഡർ ചെയ്യാനായി ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ലെന്ന് പറഞ്ഞ് ഹോട്ടലിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഓവുങ്ങൽ പോക്കാക്കില്ലത്ത് വീട്ടിൽ ഷാനിഫ്, തിരുവത്ര കൊല്ലാമ്പി വീട്ടിൽ ഷജീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ഓവുങ്ങൽ പള്ളിക്ക് സമീപം ഹോട്ടൽ ഉടമയായ 3 പീടിക
ഏഴയിടത്ത് വീട്ടിൽ റിയാസിനെയാണ് സംഘം മർദ്ദിച്ചത്. പ്രതികളെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് PG ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. കോലഴി പഞ്ചായത്തിലെ തിരൂർ പമ്പ് ഹൌസ് ബൈലൈൻ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അനിൽ അക്ര MLA 2 വർഷം മുൻപ് റോഡ് നന്നാക്കാനായി 9 ലക്ഷം രൂപ അനുവദിച്ചിട്ടും കരാറുകാരൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് അധികൃതർ മൗനം പാലിക്കുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തി. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അനിൽ അക്ര MLA നാട്ടുകാർ തടഞ്ഞുവെച്ചിരുന്നു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം UDF ചെയർമാൻ NA ബാബു, കിസാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഐസക്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മനോജ് തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു. കടങ്ങോട് ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കരിയന്നൂർ റോഡിൽ വെള്ളം കരകവിഞ്ഞൊഴുകി. എരുമപ്പെട്ടി മേഖലയിലെ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ ദുരവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് പദ്ധതി വഴിയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് എത്തേണ്ട കുടിവെള്ളമാണ് നഷ്ടമാകുന്നത്. കാറിൽ സ്പിരിറ്റ് കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചാലക്കുടി DYSP K ലാൽജിയും സംഘവും പിടികൂടി. നെയ്യാറ്റിൻകര സ്വദേശി ചാരംകുഴി വീട്ടിൽ നിതീഷാണ് അറസ്റ്റിലായത്. 2014 പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം വെച്ച് സ്പിരിറ്റ് കടത്തിയ കാറ് പിടികൂടുന്നതിനിടെ ഇറങ്ങിയോടിയ നിതീഷ് ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ താപനില കൂടിയ നിലയിൽ തന്നെ തുടരുന്നു. മാള പുഴയിൽ നൂറുകണക്കിന് ഏത്തവാഴകൾ ചൂടിൽ കരിഞ്ഞുണങ്ങി. തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. സുരേഷ് ഗോപിയുടെ ചട്ടലംഘനം സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കളക്ടർ TV അനുപമ. പ്രളയം തകർത്തെറിഞ്ഞ കല്ലൂർ പട്ടികജാതി കോളനിയിൽ സർക്കാർ സഹായം എത്തിക്കാൻ നടപടിയായി. കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ പുനരുദ്ധാരണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം. ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. ദേശീയപാത ചിന്ത്രാപിന്നിയിലും പുതുക്കാടുമുണ്ടായ അപകടങ്ങളിൽ 8 വയസ്സുകാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്ക്. മസാല ബോണ്ട് വിൽപ്പനയിൽ ഇടനിലക്കാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബോണ്ട് രേഖകൾ സർക്കാർ പ്രതിപക്ഷത്തെ കാണിക്കണം. സംസ്ഥാനത്തെ കാവൽക്കാരൻ പെരുംകള്ളനെന്നും ചെന്നിത്തല. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas,